ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 30 മിനിറ്റ് അകത്ത് തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങളുടേതുപോലുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണോ ഫോളോ ചെയ്തത് അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആകുന്ന തരത്തിലുള്ളതല്ല നമ്മളുടെ ടിപ്സ്. ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് നിങ്ങൾ എടുക്കണം. ഒപ്പം ലൈഫ് സ്റ്റൈൽ ഇത് പറഞ്ഞ പോലെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലോ ഭക്ഷണ രീതിയിൽ വ്യത്യാസം കൊണ്ടുവന്നാലോ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോ ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണ് ബ്രിഡ്ജ് പോസ് യോഗ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എക്സസൈസുകൾ ചെയ്യുന്നവരുണ്ട്. ഫെർട്ടിലിറ്റി യോഗാസ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫെർട്ടിലിറ്റി യോഗാസ് ചാനലിൽ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കുക. അതിൽ ഫെർട്ടിലിറ്റി യോഗ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യുക കേട്ടോ. ഇതെല്ലാം തന്നെ ഫോക്കസ് ചെയ്യുന്നത് പെൽവിക്കിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും മറ്റു റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോ ഇവിടെ സംസാരിക്കുന്ന ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് നിങ്ങൾ ഏകദേശം എല്ലാവരും തന്നെ ചെയ്യുന്ന എക്സസൈസ് ആണ്. ഇനി അത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഈ ബ്രിഡ്ജ് പോസ് എന്ന് പറയുന്നത്. ബ്രിഡ്ജ് പോസിന്റെ ഇമേജ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ബ്രിഡ്ജ് പോസ് യോഗ പോസിൽ നമ്മൾ നമ്മുടെ നേരെ കിടക്കുക. ഒരു ഫ്ലോറിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ നിങ്ങൾ നേരെ കിടക്കുക. അതിനുശേഷം നമ്മുടെ രണ്ട് കാലുകളും കുത്തി ഒന്ന് നിർത്തി നമ്മുടെ ആ ഒരു ബാക്ക് പോർഷൻ ഒന്ന് പൊക്കുക. ഇത് നമ്മളൊരു സ്ലോപ്പിൽ, ഒരു സീസോന്റെ ഒരു സ്ലോപ്പിൽ നമ്മൾ കിടക്കുന്നത് പോലെ ആയിരിക്കും ഈ ഒരു യോഗ പോസ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. ഇത് ചെയ്യുന്നത് വഴി ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൃത്യമായിട്ട് പെൽവിക്കിന്റെ ഭാഗത്തോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. രക്തയോട്ടം പ്രോപ്പർ ആകുമ്പോഴേക്കും കോണ്ടാക്ട് ചെയ്ത് മാക്സിമം 30 മിനിറ്റിനകത്ത് തന്നെ സ്പേമിന്റെ ഒപ്പം അണ്ടവും ശരീരത്തിലുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടാകും. ആ സമയത്ത് ഏകദേശം ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞൊടിയിടയിൽ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ശരീരത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സോളം നമ്മൾ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ബെഡിൽ കിടക്കണമെന്നാണ് സാധാരണ പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു 15 മിനിറ്റ്സ് വെറുതെ കിടക്കാനായിട്ട് താല്പര്യമില്ലെങ്കിലും ആ കിടക്കുന്ന പൊസിഷൻ ഏതാണോ അതിൽ ജസ്റ്റ് ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പോസ് പിടിക്കാവുന്നതാണ്. അത് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് നമ്മൾ നോർമൽ ആവുക. ബ്രീത്ത് ഇൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ, ഡീപ്പായിട്ട് നിങ്ങൾ ബ്രീത്ത് എടുക്കുക. ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യാനായിട്ട്. ദെൻ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്ത് വിടുക. ഒരുപാട് ഓക്സിജൻ ശരീരത്തിലോട്ട് ഡീപ്പായിട്ട് എത്തുന്നതിനും അത് ഹോൾഡ് ചെയ്ത് ശരീരത്തിൽ വെക്കാനും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സാധിക്കുന്നു. ഒപ്പം രക്തയോട്ടവും നല്ല രീതിക്ക് തന്നെ നടക്കുന്നത് വഴി ബീജസങ്കലനം നമുക്ക് എളുപ്പത്തിൽ നടക്കാനായിട്ട് ബ്രിഡ്ജ് പോസ് എക്സസൈസ് സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് ഒരു 15 മിനിറ്റ്സ് ബെഡിൽ കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 15 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തേത്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് വെള്ളം കുടിച്ചിരിക്കണം. ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്നവരുണ്ട്. ഇനി നമ്മൾ വെള്ളം കുടിക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത്. യൂറിനേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പലർക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസോ അല്ലെങ്കിൽ നമ്മളൊരു കുപ്പി അടുത്തുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒരു ഇച്ചിരി ഒരു രീതിക്കെങ്കിലും നിങ്ങൾ സക്ക് ചെയ്തിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ആളുകൾക്ക് പല റീസൺസ് കൊണ്ടും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതൊരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നിങ്ങൾ എടുക്കുന്നത് സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ഒരു 30 മിനിറ്റ്സിനകത്ത് തന്നെ നിങ്ങൾ യൂറിനേറ്റ് ചെയ്യാനായിട്ട് മസ്റ്റായി ശ്രദ്ധിക്കുക.
ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇന്റിമേറ്റ് ഹൈജീൻ പലരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മസ്റ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈക്കോളി ബാക്ടീരിയയുടെ അൺവാണ്ടഡ് ഗ്രോത്ത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്, UTI ഓർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പലർക്കും അവരുടെ ഒരു ലൈഫ് ടൈമിൽ ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഫെർട്ടിലിറ്റിയെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. 1 or 2 തവണ ഉണ്ടാവുന്നതല്ല, ഒരു വർഷത്തിൽ ഒരു 5-6 തവണയിൽ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ അഫക്ട് ചെയ്യും കേട്ടോ. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലക്ഷണങ്ങളും ഉണ്ടാകും. ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകും, ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാകും, അതുപോലെ കലങ്ങി മറിഞ്ഞിട്ടുള്ള രീതിക്ക് നമുക്ക് യൂറിൻ പോകും. ഇൻഫെക്ഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ ബ്ലഡ് ഉണ്ടാകും, അതുപോലെ ലോവർ അബ്ഡമൻ ഭാഗത്ത് നമുക്ക് പെയിൻ ഉണ്ടാകും. ഇതെല്ലാം ഒരു ഇൻഫെക്ഷന്റെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ. ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ചില സമയത്ത് ഡോക്ടേഴ്സ് കോണ്ടാക്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറയും കേട്ടോ. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഇനി ഈ കണ്ടിന്യൂസ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ആളുകൾക്ക് അതെങ്ങനെയാണ് ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യുന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കണ്ടിന്യൂസ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർക്ക് അത് അവരുടെ കിഡ്നി, ലിവർ, യൂട്രസ്, ബ്ലാഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ അപ്പർ ട്രാക്റ്റിലോട്ടും ഇത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനെയൊക്കെ ഹാംഫുൾ ആയിട്ട് തന്നെ ബാധിക്കാനായിട്ടും കാരണമാകും. അതുപോലെ തന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ട്യൂബിനെയൊക്കെ അഫക്ട് ചെയ്യുകയാണെങ്കിൽ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജ് പോലെയൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് നല്ലതുപോലെ കുറഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്റിമേറ്റ് ഹൈജീൻ പാലിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ചാൻസസ് റിഡ്യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. വൺസ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു പോവുകയാണെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളമാണെങ്കിലും ജ്യൂസ് ആണെങ്കിലും ഫ്ലൂയിഡ്സ് കൂടുതൽ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഹൈജീൻ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പബ്ലിക് ടോയ്ലറ്റ്സ് ഒന്നും അധികം യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ യൂറിൻ ഒരുപാട് നേരം ഒന്നും ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ ധരിക്കാതിരിക്കുക. ഇപ്പൊ കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആ ഒരു ഭാഗമല്ല നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല, യൂറിനേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ഈർപ്പം കൂടുതലായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ബാക്ടീരിയാസ് ജനറേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിപ്പോ പല ആളുകൾക്കും വജൈനൽ ഇൻഫെക്ഷൻസും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സോപ്പ് നിങ്ങൾ അവിടെ ഉപയോഗിക്കാതിരിക്കുക. സ്ട്രോങ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്യുന്നത് അവരുടെ pH ബാലൻസ് ആ ഭാഗത്ത് അഫക്ട് ചെയ്യുന്നതിന് ചാൻസ് ഉണ്ട്. ഒപ്പം യൂറിനറി ഇൻഫെക്ഷൻ മാത്രമല്ല വജൈനൽ ഇൻഫെക്ഷൻസും നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതും സിങ്ക് കൂടുതലായിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഈ വജൈനൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. വൺസ് നമുക്ക് ഈ ഒരു ഇന്റിമേറ്റ് ഹൈജീൻ ഒന്നും പാലിക്കാതെ നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ആ ഈസ്റ്റ് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചൊറിച്ചിലും പുകച്ചിലും മറ്റുള്ള അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ പാർട്ട്ണറിലോട്ടും ചിലപ്പോൾ ട്രാൻസ്ഫർ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു തവണ നമുക്ക് വജൈനൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുക. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 30 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾ യൂറിനേറ്റ് ചെയ്യുക. യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പോർഷൻ ക്ലീൻ ചെയ്യുമ്പോഴേക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുക, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ക്ലീൻ ചെയ്യരുത്. അനസ് പോർഷനിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് വജൈനയിലോട്ട് എത്താനായിട്ട് അത് കാരണമാകും കേട്ടോ. നമ്മൾ ചിലപ്പോൾ മൈന്യൂട്ട് ആയിട്ട് വിട്ട് കളയുന്ന പല കാര്യങ്ങളും ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ അഫക്ട് ചെയ്യും. വജൈനൽ ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് pH ബാലൻസിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. pH ബാലൻസിൽ വ്യത്യാസം വരികയാണെങ്കിൽ സ്പേമിനകത്തേക്ക് കടക്കാനായിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാകും. പ്രഗ്നന്റ് ആകുന്നതിനും അത് തടസ്സം സൃഷ്ടിക്കും കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ബ്രിഡ്ജ് ബോസ് എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റു പല ഫെർട്ടിലിറ്റി എക്സസൈസുകളും ഉണ്ട്. അത് നിങ്ങൾ വാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.